പൊന്നാനി ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരുപോലെ ഉപയോഗിക്കുകയാണ് UDF എന്ന് M. സ്വരാജ് പറഞ്ഞു. കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ തോളിലും മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും തോളിലും. ഒരു കൈ RSSന്റെ തോളിലും മറുകൈ SDPI ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിലും ചാരിയാണ് UDF മുന്നോട്ട് പോകുന്നതെന്നും ഇരുവർഗീയതയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഇടതുപക്ഷത്തെ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും M. സ്വരാജ് പറഞ്ഞു. UDFന്റെ നയം തീരുമാനിക്കുന്നത് പോലും ഇത്തരം വർഗീയ ശക്തികളാണെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു. ഇപ്പോ മുസ്ലിം ലീഗിന്റെ നയരൂപീകരണ സമിതിയായി ജമാഅത്തെ ഇസ്ലാമിയുടെ പോപ്പുലർ ഫ്രണ്ട് പങ്കാളിത്തമുള്ള ശൂറ മാറി എന്ന് വേണം കരുതാൻ. ലീഗിന്റെ നയം തീരുമാനിക്കുന്നത് ഈ ശക്തികളാണ്. അതിന് വിനീതമായി കീഴടങ്ങി കൊടുക്കുകയാണ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ ഒരു കാഴ്ച പ്രസിഡന്റാണ്, പ്രവർത്തിക്കുന്ന പ്രസിഡന്റാണ്. പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ചേർന്നാണ്. ഈ ഒരു സാഹചര്യമാണ് കേരളത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ നയം രൂപീകരിക്കുക എന്ന് മാത്രമല്ല, അതൊരു പടി കൂടി കടന്ന് UDFന്റെ മുദ്രാവാക്യങ്ങൾക്കും രൂപം കൊടുക്കുന്ന നിലയിലേക്ക് വളരുന്നു എന്ന് നാം കാണേണ്ടത്. ആ മുദ്രാവാക്യങ്ങളെ കേരളത്തിൽ UDFും അതോടൊപ്പം സംഘപരിവാരവും ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. കേരളത്തിലെ വിചിത്രമായ ഇടതുപക്ഷ വിരുദ്ധ മണവിൽ സംഘത്തിന്റെ പ്രത്യേകത അതാണ്. ഈ മൂന്ന് കൂട്ടരും ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ തോളിലും മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും തോളിലും. ഇരു വർഗീയതകളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കുക, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതൃത്വമായ CPIM-നെ തകർക്കാൻ ശ്രമിക്കുക എന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വെച്ച് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ CP മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P. ശ്രീരാമകൃഷ്ണൻ, P. നന്ദകുമാർ MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VP സക്കറിയ, PK കലീമുദ്ദീൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ MM നാരായണൻ, E. സിന്ധു, ഏരിയ സെന്റർ അംഗം TM സിദ്ദീഖ്, ഹുസൈൻ പാടത്തക്കായിൽ, P. ഇന്ദിര എന്നിവർ സംസാരിച്ചു. മുതിർന്ന സഖാവ് EG നരേന്ദ്രൻ പതാക ഉയർത്തി. NCV ന്യൂസ് പൊന്നാനി. എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ.